ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിറയെ പൂക്കളുമായി നിൽക്കുന്ന ഈ സുന്ദരി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതാണ് മണിമുല്ല. ഒരു കിടിലം ചെടിയാണിത്. നിറയെ പൂക്കൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ചെടിയാണ് മണിമുല്ല. ഇത്രയും പൂക്കൾ തരുന്ന ഒരു ചെടി വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് ഒരു കൊല്ലമായ ഒരു ചെടി. അതിൽ ആദ്യമായി പിടിച്ചൊരു പൂവിൻ്റെ പോലെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നിറച്ച് മുട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതെല്ലാം പൂക്കുമ്പോഴത്തേക്ക് ഞാനൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ആദ്യം പൂത്ത ഒരു ഇതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നട്ട് കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് തന്നെ ഇത് പൂക്കും. ഇതിനാകെ ഒരു സീസണാണ് ഉള്ളത്. നവംബർ ഡിസംബർ മാസത്തിൽ, അതായത് തണുപ്പുള്ള സമയത്താണ് ഇത് നിറച്ചിത് പൂക്കുന്നത്. ബാക്കി എല്ലാ ടൈമിലും ഇത് പടർന്ന് പന്തലിച്ചങ്ങ് പോവുകയാണ് പതിവ്. അപ്പോൾ നമുക്കിത് എൻ്റെ തൈ നടുമ്പോഴത്തേന് നമുക്കിത് ചട്ടിയിലോ അല്ലെങ്കിൽ നിലത്തോ നടാം. എപ്പോഴും നടുമ്പോഴത്തേന് നല്ല അടിവളം ചേർത്ത് നടുക. ചാണകപ്പൊടിയൊക്കെ ചേർത്ത് നട്ടു കൊടുത്താൽ മതി. പിന്നീട് ഇത് സ്ഥലപരിമിതി ഉള്ളവർക്കാണെങ്കിൽ നമുക്കിത് ചട്ടിയിലും നട്ടെടുക്കാൻ പറ്റും. എന്നിട്ടൊരു കമ്പോ അല്ലെങ്കിൽ ഒരു പൈപ്പ് കുത്തി കൊടുത്തതിന് ശേഷം അതിലോട്ട് പടർത്തി കയറ്റിയാൽ മതി. പിന്നീട് അത് പടർന്നു വരുന്നതിനനുസരിച്ച് അത് ചുറ്റി താഴോട്ടൊക്കെ ഒന്ന് ചുറ്റി വരിഞ്ഞ് വെച്ച് കൊടുത്താൽ മതി. അതങ്ങനെ അധികം വളർന്നു പോകുമ്പോൾ ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ നമുക്കിത് കുറ്റിച്ചെടിയായിട്ട് തന്നെ വളർത്താൻ പറ്റും. സ്ഥലമുള്ളവരാണെങ്കിൽ പടർത്തി വിട്ട് കഴിഞ്ഞാൽ നിറച്ച് ഇത് പടർന്ന് അങ്ങ് കയറിക്കോളും. ഒരു നവംബർ ഡിസംബർ മാസം ആകുമ്പോൾ അതേണക്ക് നിറച്ച് പൂക്കൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. ഇത്രത്തോളം പൂക്കുന്ന ഒരു ചെടി വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയം. അത്രയും പൂക്കുന്ന ഒരു ചെടിയാണ് മണിമുല്ല. ഇല കാണാത്ത വിധത്തിൽ ഫുള്ള് പൂക്കൾ കൊണ്ട് ഇത് നിറയ്ക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നിറച്ച് മൊട്ടാണ്. ആദ്യത്തെ ഒരു ഇത് വള്ളി പൂത്തതാണ് നിങ്ങൾ ആദ്യം കണ്ടത്. ഇപ്പം ബാക്കിയെല്ലാം പൂമൊട്ട് കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ പൂക്കുമ്പോഴത്തേന് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ഒരില പോലും കാണാത്ത വിധത്തിലായിരിക്കും ഇത് പൂക്കൾ കൊണ്ട് നിറയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ വളർച്ചാലത്ത് നൈട്രജൻ വളം മാത്രം കൊടുത്താൽ മതി. ചാണകപ്പൊടി അല്ലെങ്കിൽ യൂറിയോ ഒക്കെ കൊടുത്താൽ മതി. ഒരു ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോഴത്തേന് NPKയും അല്ലാതെ തന്നെ ശകലം പൊട്ടാഷ്യം കൊടുക്കുന്നത് ഇരട്ടി ഇത് പൂക്കൾ കൊണ്ട് നിറയ്ക്കും. ഇപ്പോൾ നിങ്ങൾ നിറച്ചത് മൊട്ടുകളാണ്. ഞാൻ ഇത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒക്ടോബർ മാസം ആയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് പ്രൂണിങ് ചെയ്തിരുന്നു. അതെനിക്ക് പടർന്നു പോയ വള്ളിത്തലപ്പൊക്കെ എല്ലാം ഒന്ന് വളച്ച് കെട്ടിക്കൊടുത്തിരുന്നു. അപ്പോൾ പുതുതായിട്ട് വന്ന കിളിപ്പ് മൊത്തം പൂമുട്ടുകളായിട്ടാണ് നവംബർ മാസത്തിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എനിക്ക് ചട്ടിയിലാണ് നിർത്തുന്നതെങ്കിൽ ഇതെനിക്ക് ചെറുതായി പ്രൂൺ ചെയ്യുകയും ഒന്ന് വളച്ച് കെട്ടിക്കൊടുത്താൽ മതി. പടർന്ന് കയറാൻ സ്ഥലമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെത്താനെ ഇഷ്ടം പോലെ പൂത്തോളും. നല്ല രീതിയിൽ പൂക്കണം. ഇത് എനിക്ക് ഒക്ടോബർ മാസത്തിൽ അല്പം പൊട്ടാഷ് വളവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിറച്ച് ഇത് പൂക്കൾ കൊണ്ട് നിറയ്ക്കും. ഇത്രത്തോളം പൂക്കുന്നൊരു ചെടി വേറെ ഇല്ലെന്ന് തന്നെ പറയാം. നിറച്ച് തേനീച്ചയൊക്കെ ആയിരിക്കും. പിന്നീട് ഇതിന് കാര്യമായ പരിചരണം തന്നെ ഒന്നും തന്നെ വേറെ മാസങ്ങളിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് എനിക്ക് ഒക്ടോബർ മാസത്തിൽ മാത്രം ഞാൻ പറഞ്ഞൊരു ഇത് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് കീടാക്രമണമോ അങ്ങനെ ഒന്നും തന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ബാക്കി ഏത് ചെടി നട്ടാലും എന്തെങ്കിലുമൊക്കെ പുഴുക്കളെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശല്യം ഉള്ളതാണ്. ഇത് നട്ട് കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇത് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എല്ലാ ദിവസവും ജലസേന മാത്രം കൊടുത്താൽ മതി. ഞാൻ ഇതിനെ ആദ്യം നട്ടപ്പോൾ മാത്രം ഇച്ചിരി അടിവളമായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. പിന്നീട് കാര്യമായ പരിചരണം ഒന്നും തന്നെ കൊടുത്തില്ല. ചട്ടിയിലായതുകൊണ്ട് എല്ലാ ദിവസവും നന മാത്രമാണ് കൊടുത്തിരുന്നത്. പിന്നീട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒക്ടോബർ മാസത്തിലാണ് നല്ല രീതിയിലൊരു വളപ്രയോഗമൊക്കെ ചെയ്തത്. അപ്പം പിന്നീട് ഇത് നല്ല പച്ചപ്പി നിൽക്കണമെങ്കിൽ അല്പം നൈട്രജൻ വളവും കൊടുക്കാം. അതിനൊക്കെ തന്നെ ഇടയ്ക്ക് എപ്സം സാൾട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇലയൊക്കെ നല്ല പച്ചപ്പി ഇങ്ങനെ നിൽക്കും. പൂക്കുന്ന സമയമാകുമ്പോഴത്തേന് മാത്രം പൊട്ടാഷ് വളം കൊടുത്താൽ മതി. അപ്പോൾ ഇതിനൊക്കെ നിറച്ച് ഇത് പൂക്കൾ കൊണ്ട് നിറയ്ക്കും. അതിമനോഹരമായൊരു കാഴ്ചയാണ് ഇതിങ്ങനെ പൂത്തൊടിഞ്ഞ് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ചെടിയെങ്കിലും നിങ്ങളുടെ കാരണം തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം. അത്രയ്ക്ക് നല്ലൊരു ചെടിയാണ് മണിമുല്ല എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.